ഹലോ എവരി വൺ. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് വരുന്നതാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഫിക്സിങ് ദി പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു ദി ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനനുസരിച്ചിട്ട് അതിൻ്റെ ബേസിസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു പ്രൈസിങ് പോളിസിയിൽ ഡിമാൻഡാണ് ബേസിക് ഫാക്ടർ. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അഡ്ജസ്റ്റിംഗ് ടു ദി മാർക്കറ്റ് കണ്ടീഷൻസ്, മാർക്കറ്റിലുള്ള ഡിമാൻഡിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഡിമാൻഡ് ആ പ്രോഡക്റ്റിന് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് കൂട്ടാം, ഡിമാൻഡ് കുറവാണെങ്കിൽ എന്താണ് പ്രൈസ് കുറയ്ക്കാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, പ്രൈസിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് സ്ട്രാറ്റജിയിൽ രണ്ട് സ്ട്രാറ്റജീസാണ് ഉള്ളത്. ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും അതുപോലെ പ്രീമിയം പ്രൈസിങ്ങും. ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ അണ്ടർ ദിസ് മെത്തേഡ് the same product is sold at a different price to different customers in a different place and different period. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും. ആ ഒരു പ്രൊഡക്റ്റ് ഓരോരുത്തർക്കും എന്തായിരിക്കും, ഓരോ വിലയിലാവും കൊടുക്കുന്നത്. അതേപോലെ ഡിഫറെൻറ്റ് പ്ലേസസിലും ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും, ഡിഫറെൻറ്റ് പീരീഡ്സിലൊക്കെയാണ് ഈ ഒരു പ്രൈസിങ്ങിൽ പ്രോഡക്റ്റിന് പ്രൈസ് കൊടുക്കുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ സെയിം പ്രൊഡക്റ്റ് ആണ്, പക്ഷേ സർവീസും ആണ്. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അങ്ങനെ പ്രോഡക്റ്റ് പ്രൈസ് കൊടുക്കുന്നതാണ് ഈ ഒരു ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് 200 രൂപയ്ക്കാണ്. ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് 120 രൂപയ്ക്കാണ്. ഫാമിലിക്ക് 150 രൂപയ്ക്ക്. അങ്ങനെയാണ് ഓരോരുത്തർക്കും പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതാണ് ഈ ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് പ്രീമിയം പ്രൈസിങ്. പ്രീമിയം പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ it is based on the principle that the product or brand should be positioned at the top of the market and must offer greater value in qualitative terms than similar brands in other price segments. അതായത് ഇവിടെ ഈ പ്രീമിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ് പ്രീമിയം ബേസ് ചെയ്യുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം ഈ ഒരു കാര്യം ചെയ്യുന്നത് ടോപ്പ് മാർക്കറ്റിൽ അവർ ഗ്രേറ്റർ വാല്യൂവിനാണ്, ക്വാളിറ്റിയൊക്കെ കൂടുതലാക്കിയിട്ടാണ് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അപ്പോൾ അതിന് നല്ല എമൗണ്ട് ഉണ്ടായിരിക്കും, നല്ല പ്രൈസ് ഈടാക്കും. ഇപ്പോൾ സോണിയുടെ TV അതിനൊക്കെ നല്ല ഡവിൻ്റെ കണ്ടീഷണർ, ബാക്കിയുള്ള കണ്ടീഷണറൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വ്യത്യസ്തമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ് ഉണ്ടായിരിക്കും. അതേപോലെ സാധാ ഫോണും സാംസങ്ങിൻ്റെ ഫോണും എടുക്കുകയാണെങ്കിൽ, സാംസങ്ങിൻ്റെ ഫോണും ഐഫോണും എടുക്കുകയാണെങ്കിൽ ഐഫോണിന് റേറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പ്രൈസ് ഈടാക്കുന്നതാണ് പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി മെയിൻലി ഓൺ ദി ബേസിസ് ഓഫ് പ്രൈസസ് ഫിക്സഡ് ബൈ കോമ്പറ്റീറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് നമ്മൾ പഠിച്ചു, കോസ്റ്റ് ബേസ്ഡ് പഠിച്ചു. അപ്പോൾ കോമ്പറ്റീഷൻ ബേസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ആ ബേസിസിലാണ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് പ്രകാരം പ്രൈസ് സെറ്റ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ രണ്ട് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണുള്ളത്. ഗോയിങ് റേറ്റ് പ്രൈസിങ്ങും കസ്റ്റമറി പ്രൈസിങ്ങും. അപ്പോൾ ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ മെത്തേഡ് പ്രകാരം പ്രൈസ് ചാർജ് ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സ് എത്രയാണ് ആ ഒരു പ്രോഡക്റ്റിന് പ്രൈസ് ചാർജ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു മെത്തേഡ് പ്രകാരം പ്രൈസ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ യൂഷ്വലി ഫേമൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഒരേപോലത്തെ. ഇപ്പോൾ ഓപ്പോ വിവോ ഏകദേശം സെയിം കോമ്പറ്റീറ്റേഴ്സ് ആണ്, അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താണ് സെയിം ആണ്. അപ്പോൾ ആ ഒരു ഓപ്പോ എത്രയാണ് ആ ഒരു പുതിയ പ്രോഡക്റ്റിന് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും വിവോ പ്രൈസ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ബേസിൽ പ്രൈസ് ചാർജ് ചെയ്യുന്നതാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ എല്ലാ ഫേം അക്സെപ്റ്റ് ചെയ്യുന്നത് പ്രൈസ് വാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരാൾ പ്രൈസ് കൂട്ടിയാൽ ബാക്കിയുള്ള ആളും പ്രൈസ് കൂട്ടും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രൈസിങ്
കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ പ്രൈസ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പ്രൈസ് കൊടുക്കുന്നത്. ഈ മെത്തേഡിനെ അക്സെപ്റ്റൻസ് പ്രൈസിങ് ഓർ മാർക്കറ്റ് ഇക്വേറ്റഡ് പ്രൈസിങ് ഓർ പാരിറ്റി പ്രൈസിങ് എന്നും പറയും. കാരണം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ കോസ്റ്റ് അസെർട്ടൻ ചെയ്യാന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഇനി ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദി മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ എമംഗ് ദി ഫേം. അതായത് ഫേമുകൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം സെയിം ഏകദേശം ഒരേപോലെയുള്ള പ്രൈസാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദിസ് മെത്തേഡ് ഈസ് ഫൗണ്ട് മോർ സ്യൂട്ടബിൾ വെൻ കോസ്റ്റ് ആർ ഡിഫിക്കൽട്ട് ടു മെഷർ. നമുക്ക് കോസ്റ്റ് അറിയില്ല, ഈ പ്രൊഡക്റ്റിന് കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ദി മെത്തേഡ് ഈസ് ലെസ് എക്സ്പെൻസീവ് ബിക്കോസ് ദി കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഈസ് നോട്ട് നെസസറി. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം അവിടെ എന്താണ്, ഡിമാൻഡും കോസ്റ്റും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ടൈം അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന ഒരു എക്സ്പെൻസ് കുറവാണ്. പിന്നെ വരുന്ന രണ്ട് അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ പ്രൈസ് വാർ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. കാരണം സെയിം പ്രോഡക്റ്റിനും സെയിം പ്രൈസ് അല്ലേ. അതുപോലെ തന്നെ ഇത് ന്യൂ പ്രോഡക്ട്സിനൊക്കെ പ്രൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോങ് റൺ പ്രൈസിങ്. അതായത് എപ്പോഴും ഒരു പ്രോഡക്റ്റിന് സെയിം കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ കമ്പനിക്ക് എന്തുണ്ടായിരിക്കുക, ഗ്രോത്ത് ഉണ്ടായിരിക്കും, കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ഗ്രോത്ത് ഉണ്ടായിരിക്കും, സെയിൽസ് കൂടും. അപ്പോൾ അവരെന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് പ്രൈസിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ ഇത് ലോങ് റണ്ണിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രൈസിങ് മെത്തേഡാണ്. Second one, the cost of the product and other market factors are not considered at all under this policy. ഈ ഒരു ഇത് നമ്മൾ പറഞ്ഞ തന്നെ ഇവിടെ കോസ്റ്റും ഡിമാൻഡും എടുക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അത് മെയിനായിട്ട് വരുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് ആണ് കസ്റ്റമറി പ്രൈസിങ്. ഈ ഒരു കോമ്പറ്റീഷൻ ബേസ്ഡ് പോളിസിയിൽ തന്നെ പ്രൈസിങ് പോളിസിയിൽ സെക്കൻഡ് വൺ വരുന്ന കസ്റ്റമറി അല്ലെങ്കിൽ കൺവെൻഷണൽ പ്രൈസിങ് എന്നും കൂടി ഈ ഒരു പ്രൈസിങ് മെത്തേഡിന് പറയുന്നുണ്ട്. ഈ ഒരു പ്രൈസിങ് പ്രകാരം സം കൊമ്മോഡിറ്റീസിൻ്റെ പ്രൈസസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, ഒരു ലോങ് ടൈം വരെ ഫിക്സഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പ്രൈസിങ് ആണ് ഈ ഒരു കസ്റ്റമറി പ്രൈസിങ് എന്ന് പറയുന്നത്. The price is fixed because they prevail in an industry for a long period of time. ആ ഒരു പ്രോഡക്റ്റ് ലോങ് ടൈമിലേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റിന് ഫിക്സഡ് ആണെന്ന് പറയുന്നത്. കാരണം ഒരു ചായയുടെ ഒരു കപ്പ് ചായ, ഒരു കപ്പ് കോഫി, അതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അത് ഫിക്സഡ് എമൗണ്ട് ആണ് ആ ഒരു പ്രൈസിങ്ങിന്, ആ ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്നത്. അപ്പോൾ പ്രൈസസ് കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻ്റെ ബേസിസിലാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നത്. ആ ഒരു മെത്തേഡാണ് ഈ കസ്റ്റമറി അല്ലെങ്കിൽ കൺവെൻഷണൽ പ്രൈസിങ് എന്നത്. അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ പ്രൈസിങ് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രൈസ് വിൽ ചാർജ് ഓൺലി വെൻ ദി കോസ്റ്റ് ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി. ഇനി എന്തൊക്കെയാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് സിമ്പിൾ ടു ഫോളോ. ഇത് ഫോളോ ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ഇറ്റ് അവോയ്ഡ്സ് എ പ്രൈസ് വാർ ബിറ്റ്വീൻ കോമ്പറ്റീറ്റേഴ്സ് തമ്മിലുള്ള ഒരു പ്രൈസ് വാർ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ബ്രിങ്സ് ഹാർമണി ആൻഡ് സ്റ്റെബിലിറ്റി ടു ദി മാർക്കറ്റിൽ എപ്പോഴും ഒരു ഹാർമണി, ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസിങ് മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് ഫെയിൽസ് ടു ഗിവ് ബെറ്റർ റിസൾട്ട്സ് അണ്ടർ ഇൻഫ്ലേഷണറി കണ്ടീഷൻസ് ആൻഡ് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. അതായത് പുതിയ ടെക്നോളജീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും അതുപോലെ ഇൻഫ്ലേഷൻ സ്റ്റേജിലൊന്നും ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നുള്ളത് പോസിബിൾ അല്ല. അത് ഫെയിൽ ആവാറുണ്ട് ഇങ്ങനെ മെത്തേഡ് ലോങ് റണ്ണിക്ക് സെയിം പ്രോഡക്റ്റിന് സെയിം പ്രൈസ് കൊടുക്കുക എന്നുള്ളത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻസിനും ബേസ് ചെയ്തിട്ടല്ല ഈ പ്രൈസിങ് പോളിസി സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സംടൈംസ് ഫേംസ് ഹാവ് ടു സാക്രിഫൈസ്
പ്രോഫിറ്റ്. ചില സമയങ്ങളിൽ ഫേം പ്രോഫിറ്റ് കൊടുക്കേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അവർ പ്രോഫിറ്റ് ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഈ ഒരു പ്രൈസിംഗ് മെത്തേഡിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൈസിംഗ് മെത്തേഡ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് പ്രൈസിംഗ് മെത്തേഡ്സ് ആണ് പഠിച്ചത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, അതുപോലെ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസി.